സ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തിനും ദശാവതാരം ചന്ദനം ചാർത്തലിനും 26ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. ജനുവരി 19 മുതൽ 29 വരെ നടക്കുന്ന പരിപാടിയിൽ ദശാവതാരം ചന്ദനം ചാർത്തലും 26 വരെ സപ്താഹയജ്ഞവും നടക്കും. മത്സ്യാവതാര ദർശനം തൊഴുവാനായും ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുമായി നിരവധി ഭക്തജനങ്ങളാണ് ആരംഭ ദിവസം തന്നെ എത്തിയതെന്ന് ക്ഷേത്രം സെക്രട്ടറി NB ബാബു അറിയിച്ചു. നിങ്ങളെല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ സത്രത്തിന് ശേഷം 2024 സത്രത്തിന് ശേഷം അനവധി ആളുകൾ ഒത്തിരി ദൂരെ നിന്നും ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നുണ്ട്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അതിഗംഭീരമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സന്താന സൗഭാഗ്യത്തിന് പ്രത്യേകമായിട്ട് വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു 85-90% പേരോളം പോസിറ്റീവായ കാര്യം കൂടി വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MS രാജലക്ഷ്മി അശോകനും ശിഷ്യരും അവതരിപ്പിച്ച രാഗസുധ ശ്രദ്ധേയമായി. തുടർന്ന് പാട്ടുകാർക്ക് മൊമന്റോ നൽകി ആദരിച്ചു. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ശശി നമ്പൂതിരിപ്പാട് ചടങ്ങിൽ പങ്കെടുത്തു. കൃഷ്ണ ഗുരുവായൂരപ്പ മുടക്കട ഉത്സവത്തിന് ഒരു 2012 മുതൽ എല്ലാ കൊല്ലവും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഭാഗവത സപ്താഹത്തിൻ്റെ ഭദ്രദേവ പ്രജ്വലനത്തിനും ഉത്സവത്തിൻ്റെ ആരംഭത്തിനും എല്ലാ കൊല്ലവും വന്ന് പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്. അത് മുടക്കടത്തേവരുടെയും ഞാൻ പൂജ കഴിച്ച ശബരിമല അയ്യപ്പൻ്റെയും പൊന്നു ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അത് ജീവിതത്തിലൊരു ജീവിതാഭിലാഷവും തന്നെയാണ്. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഗുരുവായൂരപ്പനെയും ശബരിമല അയ്യപ്പനെയും പൂജിച്ച പോലെ മുടക്കടയിൽ അമ്പലത്തിലും ഇങ്ങനെയൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, മുടക്കുഴ.